2006 BSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തീരുമാനിച്ചത് ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ്. അങ്ങനെ നിങ്ങളുടെ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലുള്ള ഒരു തരം മുഖം തിരിഞ്ഞു നിൽക്കൽ എത്ര ക്രൂരമായിരുന്നു എന്നുള്ളത് ഓർക്കണം. ചില്ലിക്കാശാണെന്ന്. പക്ഷെ അതുപോലും 1-2 അല്ല, 1-2 വർഷം, 28 മാസം, 2 വർഷവും 4 മാസവും കൊടുക്കാനായിരുന്നു ബാക്കി 26. സർ, അത് കഴിഞ്ഞ് കൃത്യമായി ആ പെൻഷൻ LDF സർക്കാർ കൊടുത്തു വന്നു. 2011 UDF വീണ്ടും അധികാരത്തിൽ വന്നു. എന്തായി അവസ്ഥ? ആ ഘട്ടത്തിലാണ് 500-ൽ നിന്ന് 100 രൂപ വർദ്ധിപ്പിച്ചത്. അത് കടലാസിലാണെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ഞങ്ങൾ 2016 അധികാരത്തിൽ വന്നപ്പോൾ കൊടുക്കാനുള്ള പെൻഷൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. 18 മാസത്തെ കുടിശ്ശിക. ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുക്കാൻ ഞങ്ങളാണ് തീരുമാനിച്ചത്. അത് കൊടുത്തു തീർക്കുക മാത്രമല്ല സർ, 600-ൽ നിന്ന് പടിപടിയായി വർധനവ് തുടങ്ങി. അങ്ങനെയാണ് 2021 ആകുമ്പോഴേക്ക് 600 1600 മാറുന്നത്. ഇതെല്ലാം നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ആ വസ്തുത ബഹുമാനായ പ്രതിപക്ഷ നേതാവ് മറച്ചു വെക്കുന്നത് ശരിയാണ്. ക്ഷേമനിധി തകരുകയല്ല. ഇവിടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെപ്പറ്റി ചില പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. സർക്കാർ അതിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ ഉള്ള കുടിശ്ശികകൾ കൊടുത്തു തീർക്കാൻ പറ്റുന്ന തരത്തിൽ അവരെ സാമ്പത്തികമായി സജ്ജമാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ഭാഗം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും ഉടനെ തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ് കാണേണ്ടത്. സർ, ആരോഗ്യരംഗത്തെപ്പറ്റി വലിയ വിശദമായ ചർച്ച നടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. മാതൃകാപരമായ അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യരംഗം എത്തിയില്ലേ? എത്ര അഭിമാനകരമായ നിലയിലാണ് ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യരംഗമുള്ളത്. സർ, ഇവിടെ നമ്മുടെ ഈ കാലയളവിൽ ഇപ്പോഴല്ലെങ്കിലും കുറച്ച് മുൻപായിട്ട് നമുക്ക് കോവിഡ് നേരിടേണ്ടി വന്നല്ലോ. കോവിഡ് നേരിടേണ്ടി വന്നപ്പോൾ കോവിഡിൻ്റെ മൂർധന്യദശയിൽ പോലും ലോകത്താകെയുള്ള അവസ്ഥ നോക്കിയാൽ നാം ഒരുക്കിയ സൗകര്യങ്ങളെ, ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങളെ കോവിഡിന് കവച്ചു വെക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണാൻ കഴിയുമല്ലോ. അതല്ലേ വസ്തുത? ആ മൂർധന്യദശയിലും നമ്മുടെ കേരളത്തിൽ ആശുപത്രികളിൽ ബെഡ് ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. ഇതായിരുന്നോ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ സ്ഥിതി? ഇതായിരുന്നോ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ സ്ഥിതി? അപ്പോൾ എങ്ങനെയാണ് ആ മാറ്റം വന്നത്? ആരോഗ്യരംഗം തകർന്നടിഞ്ഞ് കിടക്കുകയായിരുന്നല്ലോ. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇല്ല ഇല്ല എന്ന പല്ലവിയാണല്ലോ ചൊല്ലിക്കൊണ്ടിരുന്നത്. ഡോക്ടർമാരില്ല, മരുന്നില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ. സ്റ്റാഫില്ല. ആ അവസ്ഥയിൽ മാറ്റം വന്നില്ലേ? അതിൻ്റെ ഭാഗമായല്ലേ ഞങ്ങൾ ആർദ്രം മിഷൻ നടപ്പാക്കിയത്. സർ, ആർദ്രം മിഷൻ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായത് മാത്രമല്ലല്ലോ, താലൂക്ക് ആശുപത്രികൾ മുതൽ
നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളല്ലേ ഈ ആശുപത്രികളെല്ലാം ഒരുങ്ങിയത്. വലിയ മാറ്റം ആരോഗ്യരംഗത്തുണ്ടായി. ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ചികിത്സ ലഭിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആശുപത്രിയിൽ ഒരുക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് മഹാമാരി വന്നത്. ആ മഹാമാരിയെ നമുക്ക് നല്ല രീതിയിൽ നേരിടാനും കഴിഞ്ഞു. സർ, ഇതൊരു ഭാഗം. ഇപ്പോൾ പിന്നെയും നമ്മൾ മുന്നോട്ട് പോവുകയാണല്ലോ. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായല്ലേ നമുക്കെല്ലാം സാധാരണഗതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ നേട്ടം. നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ നവജാത ശിശുക്കളുടെ മരണത്തിൽ അത് വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ലോകം തന്നെ ശ്രദ്ധിക്കുമാറുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നില്ലേ. അത് 5 എന്ന അക്കത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ. 5 എന്ന അക്കത്തിലെത്തുമ്പോൾ സമ്പൽ സമൃദ്ധമാണെന്ന് കൊട്ടിഘോഷിക്കുന്ന അമേരിക്ക അവിടെ 5.6 അപ്പോൾ അമേരിക്കയെ പോലും അതിൽ കവച്ചു വെക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമല്ലേ. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നല്ലേ. സർ, രാജ്യത്തിൻ്റെ ശരാശരി 25 എന്ന് നമ്മൾ ഓർക്കണം. ഇതേ രീതിയല്ലേ മാതൃമരണത്തിലും കാണാൻ കഴിയുക. എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞത് ആരോഗ്യരംഗത്തിൻ്റെ വലിയ തോതിലുള്ള വളർച്ചയുടെ ഭാഗമായല്ലേ. സർ, അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ സർക്കാർ ശ്രദ്ധിക്കാതെ വല്ലാതെ അവതാളത്തിലാക്കി കഴിഞ്ഞു എന്നാണ്. ഇവിടെ ഒരു മുന്നൊരുക്കവുമില്ലാതെയാണ് 4 വർഷ കോഴ്സ് ആരംഭിച്ചത്. ഇവിടെ കോഴ്സുകളിൽ മാറ്റമില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ സംസ്ഥാനമാകെ തകർന്നു പോകുന്ന അവസ്ഥയാകും. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ നമ്മുടെ കേരളത്തിന് വലിയ തകർച്ചയുണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അതിപ്പോഴല്ല. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ആ കാലത്ത് നമ്മൾ വല്ലാതെ പിറകിൽ പോയിരുന്നല്ലോ. 2016 നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയാണ് ഏറ്റവും അധികം കേരളത്തെ വേദനിപ്പിച്ചിരുന്നൊരു കാര്യം. സ്വാഭാവികമായും അതിലാണ് കൂടുതൽ ശ്രദ്ധ അന്നുണ്ടായത് എന്നത് ശരിയാണ്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുമായി നടത്തിയ ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ്. ആ ചർച്ചയിൽ നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സിറ്റികൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേടാൻ കഴിഞ്ഞ നേട്ടം, നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥാപനങ്ങളെ പട്ടികപ്പെടുത്തിയാൽ അതിൽ എവിടെയാണ് നമ്മളുള്ളത് എന്ന നില പരിശോധിക്കുമ്പോൾ നമ്മൾ വളരെ പുറകിലായിരുന്നു, വല്ലാത്ത പുറകിലായിരുന്നു. അപ്പോൾ അവരോട് നമുക്ക് ഈ ദുരവസ്ഥ പരിഹരിക്കാനാവണ്ടേ, ഏതെങ്കിലും തരത്തിൽ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ആത്മാർത്ഥമായ ഇടപെടൽ അന്നത്തെ വൈസ് ചാൻസലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി, യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്നുണ്ടായി. സർ, അതിൻ്റെ ഫലമായി എത്രമാത്രം പുരോഗതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുണ്ടായത്. 2021 ഞങ്ങൾ ഈ ഗവൺമെൻറ്റിന് തുടക്കം കുറിച്ചു. നിയമസഭയിൽ നന്ദി പ്രമേയത്തിൽ ചർച്ച നടക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. ഇന്ന് ആരോഗ്യ രംഗത്തെ വീഴ്ചകളെ കുറിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. അതിലേക്ക് ഇനി കടക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും മുഖ്യമന്ത്രി പഴയ UDF സർക്കാരുകളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് എല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.